ഹലോ, ഇന്നൊരു ചക്കക്കറിയാണ്. ഈ ചക്ക നമ്മുടെ പ്ലാവിൽ ആദ്യമായിട്ടുണ്ടായതാണ്. ആദ്യമായിട്ടല്ല, കഴിഞ്ഞ തവണ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതങ്ങ് ഉച്ചയിലായതുകൊണ്ട് പറിക്കാൻ പറ്റാണ്ട് പോയി. കാമനെ അയക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മ നട്ടതാണോലും ഈ പ്ലാവ്. മുന്നേയെല്ലാം ചക്ക വൃത്തിയാക്കാന്ന് പറയണത് ഒരു മെനക്കേടുള്ള പണി തന്നെയായിരുന്നു. രണ്ടമ്മമ്മമാരും അമ്മയും വട്ടത്തിലിരുന്ന് ചക്ക വൃത്തിയാക്കും. അപ്പോൾ പറയാത്ത നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഉണ്ടാവില്ല. അതിലെ എൻ്റെ സംഭാവന എന്ന് പറയണത് ഇടയ്ക്കിടയ്ക്കേ പോയിട്ട് പച്ചച്ചക്ക വാഴി കഴിക്കലാണ്. അപ്പോൾ അമ്മമ്മ പറയും വയറുവേദന എടുക്കും, അധികം കഴിക്കണ്ടെന്ന്. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചക്ക തികയാതെ വന്നാലോ എന്നുള്ള പേടി. മറ്റൊന്ന്, വയറുവേദന തന്നെ. ചിലപ്പോഴൊക്കെ വയറുവേദന വന്നിട്ടുമുണ്ട്. അപ്പോൾ മിണ്ടാണ്ട് സഹിച്ചിരിക്കും. ഇന്നിപ്പോൾ കഴിക്കരുതെന്ന് പറയാൻ ആളില്ലാത്തോണ്ടാവും പച്ചച്ചക്ക കഴിക്കണതിൻ്റെ പോളിങ് തീരെ കുറഞ്ഞു. നേരം കിട്ടിയാൽ ഞാനും കൂടും ചക്ക വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ അത്രയും നേരം ഫോൺ നോക്കുന്നത് കുറയല്ലോ എന്ന് വിചാരിച്ചു. ചക്ക പറിക്കലും കൊത്തലും വൃത്തിയാക്കലും വേവിക്കലും എന്നിട്ട് ഒരുമിച്ച് കഴിക്കലും, ശരിക്കും അതൊക്കെ നമ്മുടെ വിലയേറിയ ഫാമിലി ടൈം തന്നെയാണല്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊരു ചക്കക്കുറിച്ചിയാണ്. വേവിച്ച ചക്കേനേക്കാളും പച്ചച്ചക്കയും പഴുത്ത ചക്കയാണ് എനിക്ക് പ്രിയം. ശരിക്കും നമ്മുടെ ചക്കയെ വെല്ലാൻ വേറെ ഒരു ഫ്രൂട്ടിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്കൊരു തോന്നല്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചക്ക തന്നെയാണ്. അതിൻ്റെ ഒരു സ്വാദ് മറ്റൊന്നിനും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ മധുരവും മണവും, എന്ത് രസമാണല്ലേ. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ വീട് മുഴുവൻ ചക്ക മണാണ്. ചക്ക കൊണ്ട് ഉണ്ടാക്കാത്ത വിഭവങ്ങളില്ല അല്ലേ. ചക്ക ചിപ്സ്, ചക്ക പൊടിച്ച് വെച്ചത്. ഇന്നാളൊരു ദിവസം യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ചക്ക ഉപ്പിലിട്ടത്. ഇനി അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടണോണ്ടാവും നമുക്കതിൻ്റെ വില അറിയാത്തത്. വിദേശത്തൊക്കെ പൊന്നിൻ്റെ വിലയാണത്രേ ചക്കയ്ക്ക്. ഞാനിങ്ങനെ മുറിക്കുന്ന കണ്ടിട്ട് അമ്മ പിറകുന്ന് പറയുന്നുണ്ട്, നീ ചക്കയാണോ മുറിക്കുന്നത് അതോ വിരലാണോ എന്ന്. കത്തി കൊണ്ട് എന്തോ കൊത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് എലി കറണ്ട പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ കത്തി ചക്കേനാണോ മുറിക്കുന്നത് അതോ ചക്ക കത്തിയാണോ മുറിക്കുന്നത് എന്ന് സംശയമാവും. ഇനി ചക്ക വെക്കണ ജോലി അമ്മേൻ്റെതാണ്. അമ്മ ചില നേരത്ത് വെക്കണ ചക്കയ്ക്ക് അസാധ്യ ടേസ്റ്റാണ്. അതിന് കറി ഒന്നും വേണ്ടി വരാറില്ല. വർത്താനത്തിൻ്റെ ഇടയിൽ ചക്ക റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.